ഖസാക്കിലെ ഓത്തുപള്ളിയിലിരുന്നു കൊണ്ട് അള്ളാപ്പിച്ച മൊല്ലാക്ക രാവുത്തന്മാരുടെ കുട്ടികൾക്ക് ആ കഥ പറഞ്ഞു കൊടുത്തു. പണ്ട് വളരെ പണ്ട് ഒരു പൗർണമി രാത്രിയിൽ 1001 കുതിരകളുടെ ഒരു പട ഖസാക്കിലേക്ക് വന്നു. റബ്ബുൽ ആലിമനായ തമ്പുരാൻ്റെയും മുത്തുനബിയുടെയും ബദരീങ്ങളുടെയും ഉടയവനായ സെയ്ദ് മിയാൻ ഷെയ്ഖും തങ്ങന്മാരുമായിരുന്നു അത്. 1000 കുതിരകളും കേടറ്റ വെള്ളക്കുതിരകളായിരുന്നു. എന്നാൽ ഷെയ്ഖ് തങ്ങളാകട്ടെ ചടച്ച് കിടവനായ ഒരു പാണ്ടൻ കുതിരപ്പുറത്താണ് സവാരി ചെയ്തത്. ഇതിഹാസം ചെവിക്കൊണ്ട് ഓരോ തലമുറയും ചോദിച്ചിട്ടുണ്ട്, അത് എതുക്കും മൊല്ലാക്ക? അന്ത കുതിരയ്ക്ക് ആര് തുണ? മൊല്ലാക്ക, അതൊക്കെ തുണ പടച്ചവൻ, ഷെയ്ഖ് തങ്ങൾ. അതാണ് ഷെയ്ഖ് തമ്പുരാൻ ആ കുതിരയെ തിരഞ്ഞു പിടിച്ചത്. എന്നിട്ട് ആ കുതിരയ്ക്ക് കാല് കഴിച്ചപ്പോൾ പട നിൽക്കണമെന്ന് കൽപ്പിച്ചു. തങ്ങന്മാർ കുതിരകളെ കരിമ്പനകളിൽ തളച്ചിട്ടു. രാത്രിയുടെ അവസാന യാമത്തിൽ പാണ്ടൻ കുതിര ചത്തു. ഖസാക്കിലെ പനങ്കാട്ടിലാണ് അവനെ കുടിവെച്ചത്. കിഴക്കൻ കാറ്റടിക്കുമ്പോൾ തൊണ്ടിയും ഇരടിയും അവൻ്റെ കുളമ്പടി കേൾക്കാമത്രേ. പഴനിമല കയറാൻ പോകുന്ന ഷൺമുഖാനന്ദന്മാർ കാല് തളരുമ്പോൾ അവനെ വിളിച്ചു. കിഴവന്മാരെയും വിധവളെയും അവൻ പുറത്തു കയറ്റി ചുരം കടത്താറുണ്ടെന്ന് ഐതിഹ്യം പറഞ്ഞു. പാണ്ടൻ കുതിരയുടെ പനങ്കാട്ടിൽ തങ്ങന്മാർ പാളയമടിച്ചു. ആ പാളയത്തിൻ്റെ സന്തതികളത്രേ ഖസാക്കുകാർ. ചെതിലിമലയിൽ നിന്നും ഷെയ്ഖ് തങ്ങളുടെ കല്ലറ കാണാം. അവിടെ പാർത്തു പോന്ന ഷെയ്ഖിൻ്റെ പ്രേതത്തെ ഖസാക്കിലെ രാവുത്തന്മാരും ഈഴവരും ഉപാസിച്ചു പോന്നു. മല്ലാക്ക് പറഞ്ഞു, ഞമ്മക്ക് ഷെഗുവാകുമ്പോൾ പടച്ചം വന്ന് ഞമ്മൻ്റെ പെടരി കയറി കുത്തിയിരിക്കും. തൻ്റെ ഇട പറഞ്ഞ കുപ്പായത്തിൻ്റെ മണം ശ്വസിച്ച് മല്ലാക്ക തെല്ലുനേരം ഒന്നും പറയാതിരുന്നു. പടച്ചവനും പടനോട് ശല്ലം അങ്കനക്ക്. മല്ലാക്ക് തുറന്നു, ഇന്ത കരട്ട് കുരുതര ശാഖവറിയിരിക്കും. ഒരഗതിയുടെ അന്ത്യശുശ്രൂഷയ്ക്കായി ഉടയവൻ്റെ സ്നേഹാവ്യൂഹം അത്രയും നിൽക്കുന്നു. ഇന്ന് ആരിൻ്റെ കുറിയാക്കും? അല്ലാഹുവിൻ്റെ പാണ്ടൻ കുതിരയെപ്പോലെ മൊല്ലാക്ക് ഓത്തുപള്ളിയോട് ചോദിച്ചു. എന്നും ഒരു കുട്ടിയുടെ ഊഴമാണ്. അന്നത്തെ ഊഴം കുഞ്ഞാമിനിയുടേതായിരുന്നു. ഊഴമനുസരിച്ച് മൊല്ലാക്കയുടെ പ്രാതലിനുള്ള വെള്ളയപ്പം അവളൊന്നും കൊണ്ടുവന്നിരുന്നില്ല. ഓർമ്മ തെറ്റ് പറ്റിയതല്ലായിരുന്നു. വരുന്ന വഴി അരശിൻ പൂക്കൾ കൊഴിഞ്ഞു കിടന്ന പറമ്പിൽ ഒരു പറ്റം കാട്ടുമയിലുകൾ മേയുന്നത് കണ്ടു. ഉമ്മ പൊതിഞ്ഞു കൊടുത്ത വെള്ളയപ്പം കെട്ടഴിച്ച് നുറുങ്ങളാക്കി അവൾ മയിലുകൾക്ക് എറിഞ്ഞു കൊടുത്തു. വെള്ളയപ്പം കിട്ടിക്കഴിഞ്ഞപ്പോൾ ചൂട്ടൻ മയിൽ അവളുടെ പുറകെ തിരക്കി വന്നു. കഴിഞ്ഞത് മയിലച്ചാരെ, അവൾ പറഞ്ഞു. കൊക്കോ എന്ന് പറഞ്ഞ് ഇടം കണ്ണിട്ട് നോക്കി മയിൽ അവളുടെ പുറകെ ഓടാൻ തുടങ്ങി. ഒടുവിൽ അത് അവളുടെ കാൽവണയിൽ കൊത്തി ചോര വരുത്തി. നൊന്തെങ്കിലും കുഞ്ഞാമിനിയുടെ മനസ്സ് നിറഞ്ഞു. മയിൽ തന്നെ കൊത്തിയല്ലോ, അവൾ ഖൊലസുവിനോടും നൂർജഹാനോടും പറഞ്ഞു. കുഞ്ഞാമിന ഓത്തുപള്ളിയിൽ എണീറ്റ് നിൽക്കുകയാണ്. മല്ലാക്ക അവളുടെ അടുത്ത് നിന്നു. അവൾ മയിലുകളുടെ കഥ പറഞ്ഞില്ല, ഒന്നും പറഞ്ഞില്ല. ഇപ്പോൾ തല്ലു വീഴുമെന്ന് കുട്ടികൾ നിശ്ചയിച്ചു. പക്ഷേ മല്ലാക്ക ഒന്നും ചെയ്തില്ല. അയാൾ എന്തോ ഓർത്തു പോവുകയായിരുന്നു. കഴിഞ്ഞ ആഴ്ച ആർത്തറയ്ക്കൽ കൂടിയ പഞ്ചായത്തിനെക്കുറിച്ചാണ് മൊല്ലാക്ക ഓർത്തത്. മൊല്ലാക്ക വിളിച്ചിട്ടായിരുന്നു ഖസാക്കിലെ കാരണവന്മാർ അവിടെ കൂടിയത്. ഏതാനും ചെറുബാല്യക്കാരും വന്നു ചേർന്നിരുന്നു. ഖസാക്കിൽ ഇങ്ങനെയൊരു സ്കൂളിൻ്റെ ആവശ്യമില്ലെന്ന് മൊല്ലാക്ക അവരോട് പറഞ്ഞു. മൈലാഞ്ചി താടികൾ വിഴിഞ്ഞ് കാരണവന്മാർ സമ്മതം മൂളി. കാക്കയ്ക്ക് ചേക്കയിടം കൊടുക്കരുതെന്ന് മൊല്ലാക്ക പറഞ്ഞു. അവർ സമ്മതിച്ചു. ചെറുബാല്യക്കാർ മാത്രം എന്തോ പതുക്കെ പറഞ്ഞു. എന്നാ മൊല്ലാക്ക തിരക്കി. സർക്കാർ വിഷയം, കാസിം പറഞ്ഞു. ഞമ്മ വേണ്ടാന്ന് ചെന്നാ എന്ത സ്കൂൾ നിൽക്ക പോറതുണ്ടോ? അലിയാരുടെ ചായപ്പീടിയുടെ മുമ്പിൽ അത്താണിപ്പുറത്തിരുന്നു കൊണ്ട് അവിടെ കലങ്ങി നിന്ന ആൾക്കൂട്ടത്തോട് കുപ്പുവച്ചൻ ചോദിച്ചു, എന്താണെന്നും ഇത് നടക്കുമോ? സ്കൂൾ നടത്താൻ അധ്വാനിക്കുന്നവർ പലരുമുണ്ട്. തേവാരത്ത് തറവാട്ടിലെ ജന്മിയായ ശിവരാമൻ നായരുടെ മരുമകൻ തുന്നൽക്കാരൻ മാധവൻ നായർ, അത്തര മുതലാളിയുടെ അളിയനായ സുൽഫിക്കർ ഹയ്യത്ത് ഖാൻ. മാളവർക്ക് വേണ്ടാത്ത കാര്യം ആര് നടത്തിയാൽ നടക്കാനാണ്? കുപ്പുവച്ചൻ അത്താണിപ്പുറത്ത് കൊക്കിയിരുന്നു കൊണ്ട് പൊതുവെ പറഞ്ഞു. മണിക്കുത്തിൽ താക്കോൽ കൂട്ടം തിരുകി അത്താണി ചൂട്ടിലെത്തി ശിവരാമൻ നായർ പറഞ്ഞു, ദാ കുപ്പോ, മറക്കാതെ കേട്ടോ നീ. നല്ല കാര്യമായി, കുപ്പുവച്ചൻ പറഞ്ഞു. വെറും വാക്ക് പറയാതരാ അപ്പേ, ശിവരാമൻ നായർ പറഞ്ഞു. ഏത് മൂത്താർക്ക് നമ്മളിന് വിശ്വാസമില്ലേ? 10 കുട്ടിയെങ്കിലും എൻ്റെ വകയായിട്ട് സ്കൂളിൽ ചേർക്കണം. മൂത്താർ ബേസാറാക്കണ്ട, ഞമ്മക്ക് ഈ സ്കൂൾ നടത്തണം. അത്താണിയോട് ചേർന്ന് നിന്ന് ശിവരാമൻ നായർ പതുക്കെ പറഞ്ഞു. ദാ അപ്പേ, ബൗദ്ധന്മാരെ നമുക്കെതിരാ. കുപ്പുവച്ചൻ ശിവരാമൻ നായരോട് കണ്ണു കാണിച്ചു. കുറേ ബൗദ്ധന്മാർ അതുവഴി ചായപ്പീടിയിലേക്ക് വരികയാണ്. ശിവരാമൻ നായർ നടന്നകന്നു. മൈലാഞ്ചി താടിക്കാരായ രാവുത്തന്മാരും അള്ളാപ്പിച്ച മൊല്ലാക്കി മലിയാരുടെ ചായപ്പീടിയിലേക്ക് കയറി. ചൊല്ലറത് ഉണ്മയാ? അള്ളാപ്പിച്ച മൊല്ലാക്ക ചോദിച്ചു. ഉണ്മൈ, അവരറിയിച്ചു. ഓർത്തോർത്ത് നമ്പാനാവാതെ മൊല്ലാക്ക സ്വയം പറഞ്ഞു. നൈജാമലി തിരുമ്പി വന്നത് മറുപടിയും വന്നത് അവൻ എങ്കേ? അയാൾ ചോദിച്ചു. കാരണവന്മാർ പറഞ്ഞു. 4 രാത്രികൾക്ക് മുമ്പാണ് നൈസാമലി ഖസാക്കിലെത്തിയത്. ഇടിഞ്ഞു പൊളിഞ്ഞ് രാജാവിൻ്റെ പള്ളിയിൽ ചെന്ന് താമസിക്കുന്നു. പായലി പിടിച്ച അവശിഷ്ടങ്ങളെ ചുറ്റി ഒരു മണ്ടിലെ പോലെ നൈസാമലി പതിയിരിക്കുന്ന അള്ളാപ്പിച്ച മൊല്ലാക്ക ഓർത്തു. നനഞ്ഞ നീണ്ട സ്ഥൈര്യങ്ങളായ ചുണ്ടുകൾ മൊല്ലാക്കയുടെ ഓർമ്മയിൽ തെളിഞ്ഞു. പുരോഹിതൻ അസ്വസ്ഥനായി. പക്ഷേ ആ സുഖസ്മരണയും അസ്വാസ്ഥ്യവും മൊല്ലാക്കയിൽ നിന്ന് നകന്നു. നൈസാമലി ഷെയ്ഖ് തങ്ങളുടെ ഖാലിയാരാണ് തിരിച്ചു വന്നിരിക്കുന്നത്. ആ വാസ്തവം മാത്രമേ ഇപ്പോൾ ഓർത്തുകൂടൂ. അള്ളാപ്പിച്ച മൊല്ലാക്ക വീണ്ടും ചോദിച്ചു, എന്നെ ആര് വെങ്കിട്ട ചൊല്ലവില്ലേ? ആരും മറുപടി പറഞ്ഞില്ല. അലിയാരെ, മൊല്ലാക്ക പറഞ്ഞു, ഉനക്ക് തെരിഞ്ഞതാ. അലിയാർ മറുപടി പറഞ്ഞു. നീ അന്തരാത്രി അവൻ വറത് പാത്തതാ?
മൊല്ലാക്ക ചോദ്യം ആവർത്തിച്ചു. അലിയാർ മൂളുക മാത്രം ചെയ്തു. മൊല്ലാക്ക ഓർത്തു, ആരും തന്നോട് പറഞ്ഞില്ല, പറയാൻ ഭയന്നിട്ടെന്ന പോലെ. 12 കൊല്ലം മുമ്പ് ചതിലയുടെ അടിവാരത്തിൽ വെയിലിൻ്റെ വെളിച്ചത്തിൽ മൃഗതൃഷ്ണയിൽ സുഗന്ധത്തിൽ താൻ കണ്ട സുന്ദരനായ 16-കാരനെ മൊല്ലാക്ക ഓർത്തു. അന്ന് തൊട്ട് നടന്ന കഥ മൊല്ലാക്ക ആരോടും പറഞ്ഞിട്ടില്ല. എങ്കിലും ദീപ്തി ഭീമ എല്ലാം അറിഞ്ഞിരുന്നു. നൈസാമിലിയെ മറക്കാൻ അവർ ഭർത്താവിനെ ഉപദേശിച്ചു. പക്ഷേ മറക്കാൻ പറ്റുന്നില്ല. നൊടിയുടെ വിട്ടുമാറാതെ നൈസാമിലി തന്നെ പിന്തുടരുകയായിരുന്നു. അവൻ്റെ യൂഥത്തിലൂടെ, ധാർഷ്ട്യത്തിലൂടെ, തൻ്റെ പരിക്ഷീണതയിലൂടെ, ഖസാക്കിലെ ചതുപ്പുകളിലൂടെ അവൻ തന്നെ നായാടി. ഒരു പാത്രം ചായയുടെ മുമ്പിൽ മൊല്ലാക്കിയിരുന്നു. പെട്ടെന്ന് എന്തെല്ലാമോ ബന്ധമില്ലാത്ത ചിന്തകൾ അയാളുടെ മനസ്സിലൂടെ കടന്നുപോയി. അലിയാരും മറ്റു ചെറുപ്പക്കാരൻ നൈസാമിലി എന്ന ഖാലിയാരെ മാനിക്കുന്നു, അനുസരിക്കുന്നു. ഏതാനും ദിവസങ്ങൾക്കകം ഖസാക്കിലൊരു സർക്കാർ വിദ്യാലയം വരുന്നു. രാജാവിൻ്റെ കോണെടുത്ത് പഠിപ്പിക്കാൻ. പെരുവിരലിൽ ചെരുപ്പ് കടിച്ച് വ്രണം നേർന്നു. മൊല്ലാക്ക ചായ കുടിച്ചില്ല. പുറത്ത് സംസാരം. മൊല്ലാക്ക പുറത്തേക്ക് നോക്കി. 10-25 ആളുകളുടെ അകമ്പടിയോടെ നൈസാമലി അത്താണിക്കിൽ നിൽക്കുന്നു. നീരൽ ചുൾമുടിയുടെ പത്രകിരീടം, പുക ചുറ്റിയ കണ്ണുകൾ. അയാൾക്ക് ചുറ്റും ചെറുപ്പക്കാർ മാത്രമല്ല, കാരണവന്മാരുമുണ്ട്. മൊല്ലാക്ക ഇറങ്ങിച്ചെന്നു. നൈജാമലി, അയാൾ പറഞ്ഞു. നീ വന്നതാ? കാലിയാർ. നൈസാമലി മൊല്ലാക്കയെ തിരുത്തി. മൊല്ലാക്ക മരവിച്ചുപോയി. നീ ഉണ്മയാ പൊയ്യാ? മൊല്ലാക്ക ചോദിച്ചു. ഉണ്മൈ, നൈസാമലി പറഞ്ഞു. മൊല്ലാക്ക ഗൗളിയുടെ ചെലമ്പലിനായി ചെകിടോർത്തു. കാറ്റിനായി ചെകിടോർത്തു. അടയാളമില്ല. നെറ്റിയിൽ നിന്ന് ഒരു വിയർപ്പ് തുള്ളി വടിച്ചെടുത്ത് അകലേക്ക് ഇറ്റിയിട്ട് മൊല്ലാക്ക പറഞ്ഞു. പോയി, നീ ഷെയ്ഖോടെ ആത്മാവല്ലേ, നീ പൂതമാക്കും. മൊല്ലാക്ക ഒരു പിടി മണ്ണുവാരി ജപിച്ച് നൈസാമിലിയുടെ മുഖത്തേക്ക് എറിഞ്ഞു. ഏറിൻ്റെ ശക്തിയിൽ മൊല്ലാക്കയാണ് അടിതെറ്റിയത്. വീണില്ല. ആരോ താങ്ങി നിർത്തി. നൈസാമിലി ചിരിച്ചു. മൊല്ലാക്ക തിരിഞ്ഞ് ചായപ്പീടികയുടെ അകത്തേക്ക് നടന്നു. ആറിത്തണുത്ത് 2 ഈച്ചകൾ ചത്ത് പാറി ചായപാത്രം അപ്പോഴും അവിടെ ഇരിക്കുന്നു. മൊല്ലാക്ക വീണ്ടും ചെന്ന് അതിൻ്റെ മുമ്പിലിരുന്നു. ചായപാത്രത്തിന് മുകളിൽ കമഴ്ന്നിരുന്നു. പീടികയ്ക്കകത്ത് ഇപ്പോൾ 2 കാരണവന്മാർ മാത്രം ശേഷിച്ചിരുന്നു. പൊന്തുരാവത്തിരണ്ണോ? അതിലൊരാളുടെ മൊല്ലാക്ക ചോദിച്ചു. இந்த സ്കൂൾ വിഷയത്തിൽ നൈജാമലി ഏതാവത് சொன்னது ரொம்ப வீரியமா சொன்னது. என்ன சொன்னது? ஸ்கூலு ஷெய்க்கு தம்புரானு விரோதம் கிடையாதுன்னு சொன்னது. இந்த ஸ்கூல் எங்கள் നാട്ടിന് சொன்னது. മൊല്ലാക്ക പറഞ്ഞു. இந்த സ്കൂൾ കാഫറോടെ പടപ്പ് തെരിയുമാ? അതുക്ക് ചിങ്കിടി പിടിക്കാൻ ഷെയ്ക്കോടെ കാര്യാർ എപ്പടി? വൈമനസ്യത്തോടെ പൊന്തുരാവത്തിരണ്ണൻ പറഞ്ഞു. എന്നമോ. എന്നിട്ട് മൊല്ലാക്ക ഉഗ്രമായി ആട്ടാൻ തുടങ്ങി. ഥൂ ഥൂ ഥൂ. ആരെയൊന്നും എന്തിനൊന്നും അറിഞ്ഞില്ല. പൊന്തുരാവത്തിരണ്ണൻ ഞെട്ടിമാറി. കവിൾ നിറയെ കുടിച്ച് ചായ പൂക്കുറ്റി പോലെ മൊല്ലാക്ക വെളിയിലേക്ക് തുപ്പി. എടാ കൂശി മകനെ! ചായ ഗ്ലാസ് കയ്യിൽ പിടിച്ച് ഉയർത്തിക്കൊണ്ട് മൊല്ലാക്ക അലിയാരോട് കയർക്കുകയാണ്. എടാ നാണം കിട്ട നായേ, എതുക്കടാ എന്ത് ചായ പൗണ്ടർ പോട്ടത്? ആരും തടയുന്നതിന് മുമ്പായി മൊല്ലാക്ക ചായ ഗ്ലാസ് പുറത്തേക്ക് വലിച്ചെറിഞ്ഞു. മൊല്ലാക്ക! നൈസാമലി അകത്തേക്ക് വന്നു. പുറകെ കാരണവന്മാർ, ചെറുപ്പക്കാർ. ബെഞ്ചുകൾ കാലുകൊണ്ട് നീക്കി മാറ്റി അയാൾ മൊല്ലാക്കയോട് അടുത്തു. ചടച്ചുയർന്നതെങ്കിലും ബലിഷ്ഠമായ ശരീരം ഒരു നിഴലുപോലെ തൻ്റെ മുകളിൽ പന്തലിച്ച് നിൽക്കുന്നതായി മൊല്ലാക്കയ്ക്ക് അനുഭവപ്പെട്ടു. പതിഞ്ഞ ദൃഢതരത്തിൽ നൈലാമസി പറഞ്ഞു. അടങ്ങി മൊല്ലാക്ക. ഓത്തുപള്ളിയിലെ കുട്ടികൾ നിശബ്ദരായി. കുഞ്ഞാമിനിയുടെ അരികത്ത് ധ്യാനത്തിലെന്ന പോലെ നിന്ന മൊല്ലാക്കയുടെ കണ്ണുകൾ നിറഞ്ഞൊഴുകുകയായിരുന്നു. കുഞ്ഞാമിനിയുടെ തലയിൽ കൈപ്പടം അമർത്തിക്കൊണ്ട് അയാൾ നിന്നു. ശരി. അവസാനം മൊല്ലാക്ക പറഞ്ഞു. നീ മറന്നാണ്ടാ വലാലെ മറക്കുവോ? മൊല്ലാക്ക പുറത്തിരിക്കുന്നു. പക്ഷേ കരഞ്ഞതെന്തിന്? ഇല്ല, അവൾ പറഞ്ഞു. പിന്നൊരു വിഷയം മൊല്ലാക്ക പറഞ്ഞു. നീ കാഫറിൻ്റെ സ്കൂളിൽ പോകുമോ? ആ മാപ്പിൻ്റെ കൃതാർത്ഥതയിൽ എന്ത് വാഗ്ദാനത്തിനും അവൾ തയ്യാറായിരുന്നു. ഇല്ല. ഷെയ്ഖ് തങ്ങളിനെ പിടിച്ച് ആണയുടെ. ഷെയ്ഖ് തങ്ങളാണേ, ബദരീങ്ങളാണേ, മുത്തുനബിയാണേ അന്ത കാഫറോടെ സ്കൂളിൽ പുകമാട്ടെ. മാരിയമ്മനെ പിടിച്ച് ആണയുടെ. പഴുതുകൾ അടയ്ക്കാൻ വേണ്ടി മൊല്ലാക്ക വീണ്ടും ആവശ്യപ്പെട്ടു. മാരിയമ്മയാണേ, പുളിങ്കുമത്തെ പോതിയാണേ, വിഷത്തമ്മറാണേ അന്ത കാഫറോടെ സ്കൂളിൽ പുകമാട്ടെ. ശരി. മൊല്ലാക്ക വീണ്ടും ചെന്ന് ഇതിഹാസ കഥനത്തിൻ്റെ പീഠത്തിലിരുന്നു. 40 കാലമായി. ഈ 60 പിറന്നാളുകൾ തികയോളം അതിന്മേലിരിക്കുന്നു. ആ ഇതിഹാസത്തിൻ്റെ മലയോരങ്ങളിലൂടെ ഷെയ്ഖിൻ്റെ പുകൾ പാടിക്കൊണ്ട് അഗതിയായി താൻ നടക്കുന്നു. പഥികൻ്റെ കാൽവിരലിലെ വ്രണം നൊന്തു.